ഹായ്, നമുക്ക് അടുത്തൊരു മിക്സഡ് ഗ്രാഫ് നോക്കാം. ഇത് അതേപോലെ തന്നെ ഒരു പൈ ചാർട്ടും ഒരു ടേബിൾ ഗ്രാഫും വരുന്നതാണ്. കാണുമ്പോൾ ഒരേ കണക്കിരിക്കുമെങ്കിലും ഇതിനകത്ത് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. നോക്കാം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്. പെർസെൻറ്റേജ് ബ്രേക്കപ്പ് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ഈ ഒരു പൈ ചാർട്ട് തന്നേക്കുന്നത് എന്തായിരുന്നു, പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ്, അത് ബ്രേക്കപ്പ് ഓഫ് എംപ്ലോയീസ് ബ്രേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു പെർസെൻറ്റേജ് തന്നേക്കുന്നത്. ഏതായിരുന്നു, അതും അക്കൗണ്ട്സ്, പ്രൊഡക്ഷൻ, HR, IT, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വേറൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും പറയുന്നു, അടുത്ത ടേബിൾ ഗ്രാഫിന്റെ കാര്യം പറയുന്നത് എന്തായിരുന്നു, ആൻഡ് ദി നമ്പർ ഓഫ് മെയിൽസ് ഇൻ ദം. നേരത്തെ റേഷ്യോ ഓഫ് മെയിൽ ഈസ് ടു ഫീമെയിൽ ആയിരുന്നു, പക്ഷെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര നമ്പർ ഓഫ് മെയിൽസ് ഉണ്ടെന്നുള്ള ഒരു ലിസ്റ്റാണ് റൈറ്റ് സൈഡിൽ തന്നേക്കുന്നത്. ഇവിടെ പറയുന്നു ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, മൊത്തം ഓർഗനൈസേഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 800 ആണെങ്കിൽ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ നമ്പർ ഓഫ് മെയിൽ വർക്കിംഗ് ഇൻ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ വർക്കിംഗ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ റേഷ്യോ തരുമ്പോൾ നമുക്ക് മെയിലിൻ്റെയും ടോട്ടൽ വാല്യൂൻ്റെയും റേഷ്യോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാമായിരുന്നു. എങ്കിൽ ജസ്റ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ആ റേഷ്യോ എടുത്താൽ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ മെയിലിൻ്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. ടോട്ടൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് എത്രയും നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? ഈ ഒരു ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു വ്യത്യാസം വരും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് മെയിൽ വർക്കിംഗ് ഇൻ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഇതിനകത്ത് ഈ പറഞ്ഞൊരു ലൈറ്റ് ഗ്രീൻ അല്ലേ? അപ്പോൾ എത്രയാണ്? 24% of 800. എന്താ 24% of 800 എന്ന് പറഞ്ഞാൽ 24 into 8. 24 into 8 എത്ര കിട്ടും? അത് നമ്മൾ ചുമ്മാ സോൾവ് ചെയ്ത് വെച്ചേക്കാം. കാരണം നമുക്ക് ആവശ്യമുണ്ടല്ലോ. 8 into 4 32 കിട്ടും. 3 റിമൈൻഡർ 2 8s are 16 plus 3 192 എന്ന് കിട്ടും. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എത്ര കിട്ടി? മെയിലല്ല, ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് 192 എന്ന് കിട്ടി. അതേ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മെയിൽ എത്രയാണെന്ന് അറിയാം? 165 ആണെന്നറിയാം. എങ്കിൽ ആ മെയിൽ എത്ര പെർസെൻറ്റേജ്, അല്ല ഈ മെയിൽ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂടെ എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. അപ്രോക്സിമേറ്റ് വാല്യൂ മതി. ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും ആ വാല്യൂ എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാം. ടോട്ടൽ എത്രയാണ്? 192 ആയിരുന്നു ടോട്ടൽ നമ്പർ. 192 വന്ന് കിട്ടി. ഇനി അതിനകത്ത് മെയിൽ വാല്യൂ എത്രയാണ്? 169 165 ആണെന്ന് കിട്ടും. എങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? മെയിൽ ബൈ ടോട്ടൽ 165/192 into 100. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് ചെയ്യാം. ഡിവിഷൻ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ. അതല്ലെങ്കിൽ നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ട് ചെയ്യാം. അത് കുറച്ചും കൂടി എളുപ്പം. ഇത് എന്തുകൊണ്ട് വെട്ടാം? 16/5 അല്ലേ? ഇത് 3 കൊണ്ട് വെട്ടാം. 5 3 കൊണ്ട് വെട്ടി എത്ര കിട്ടും? 64 എന്ന് കിട്ടും. 55/64. അതായത് 55 എന്ന് പറയുന്നത് 64ന്റെ എത്ര പെർസെൻറ്റേജ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പോലും ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ 55 എന്ന് പറയുന്നത് 64ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. 64ന്റെ ഒരു 10% എത്രയാ? 6.4. അല്ലെങ്കിൽ 64ന്റെ 100% എത്രയാ? 64ന്റെ 100% 64. അപ്പൊ 100% ഇല്ല ആൻസർ. ആ ഉറപ്പായിട്ട് നമ്മുടെ ഓപ്ഷനകത്ത് അതില്ല. എങ്കിൽ 64ന്റെ 10% എത്രയാ? 6.4. നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനോ ഒന്നും ചെയ്യേണ്ട. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും, പെർസെൻറ്റേജ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ, ജസ്റ്റ് ഒന്നും ബൈ ഹാർട്ടിലൊന്നും മനസ്സിലൊന്നും ചിന്തിച്ചാൽ പോലും നമുക്ക് ആൻസർ ഓപ്ഷൻ മതിയല്ലോ. അത് എവിടെ നിൽക്കും നമുക്ക് ഓപ്ഷനിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു 10% ഞാൻ കുറച്ച് കഴിഞ്ഞാൽ 64 ഒരു 6.4% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എത്ര കിട്ടും നോക്കാം. ഒരു 6 കിട്ടും. ഇവിടെ 7 കിട്ടും. 7 + 7 കിട്ടും. പിന്നെ ഇവിടെ എത്ര കിട്ടും? ഒരു 57.6 എന്ന് കിട്ടും. അതായത് നമ്മുടെ ആൻസർ ഒരു 6.4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 57.6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം 55-നേക്കാൾ കുറച്ച് മുകളിലാണ് കിട്ടിയത്. അപ്പോൾ 10%-നേക്കാൾ കുറവാണ്. അതായത് 90%-നേക്കാൾ കുറച്ച് താഴേക്കാണ് നമ്മുടെ റെക്കോർഡ് ആൻസർ. നോക്കി, 90%-നേക്കാൾ കുറച്ച് ചെറിയ താഴേക്ക്. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം. 90%-നേക്കാൾ ചെറിയ താഴെ ഏത് മാത്രമേ ഉള്ളൂ? 86 മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. വേണമെങ്കിൽ വേഗത്തിൽ. അതതിൻ്റെ പക്ക ആൻസറാണ് വേണ്ടതെങ്കിൽ നോക്കി, ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് 57.6 അല്ലേ? നമുക്ക് വേണ്ടത് ഒരു 55-ലേക്കാണ്. അതായത് ഇനിയും എത്ര വേണ്ട? 55 + 2.6. ഒരു 2.6 വാല്യൂം കൂടി ഇനി എന്ത് ചെയ്യാനുണ്ട്? അധികത്തിൽ കുറയ്ക്കാനുണ്ട്. അപ്പോൾ 2.6 വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 64ന്റെ എത്ര പെർസെൻറ്റേജ് നോക്കിയാൽ മതി. 10% എന്ന് പറഞ്ഞാൽ 6.4 എങ്കിൽ 5% എത്രയാ? 3.2. 5% 3.2. 3.2 വരെ പോകണ്ട. അപ്പോൾ 5% കുറച്ചും കൂടെ വലിയ നമ്പറായി എന്ന് വെച്ചാൽ ഒരു 4% എടുത്താൽ മതി. 64ന്റെ 4% എടുത്താലും മതി. ഒരു 2.6 അല്ലെങ്കിൽ 3 അടുപ്പിച്ച് വരും. അങ്ങനെ നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് സമയനഷ്ടം വരുന്നത്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പെർസെൻറ്റേജിലേക്ക് ആക്കി മാറ്റി ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും? ആൻസർ ഓപ്ഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ രീതി ചെയ്താൽ കുറച്ചും കൂടി വേഗത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. 1-2 ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്ത് ശീലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്. അതായത് കുറെ ചെയ്യുമ്പോഴേ നമുക്ക് ബോറടിക്കുകയും
ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലെ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു ബോറടി ഉണ്ടാവില്ല, വേഗത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ആ ഒരു മൈൻഡ് നമുക്കുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സെയിം ഗ്രാഫ് തന്നെയാണ്. വാട്ട് ഈസ് ദി റെസ്പെക്റ്റീവ് റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് number of females working in HR department and the total number of employees in that department. നേരത്തെ പോലെ തന്നെയാണ്. പക്ഷേ നേരത്തെ ഗ്രാഫിലായിരുന്നെങ്കിൽ ഫീമെയിലും ടോട്ടലും ആയിരുന്നെങ്കിൽ റേഷ്യോ വെച്ച് അങ്ങ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മെയിലിന്റെ വാല്യൂ ആണ് നിൽക്കുന്നത്. അത് ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ടോട്ടലിൽ നിന്ന് മെയിൽ സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫീമെയിൽ കിട്ടുള്ളൂ. അതേ ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആൻസർ കിട്ടുള്ളൂ. നമുക്ക് ഏതിൻ്റെ വേണ്ടത്, വാട്ട് ഈസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫീമെയിൽ വർക്കിംഗ് ഇൻ HR ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം എത്ര പേരുണ്ടാവും, ഈ ലൈറ്റ് ഗ്രീൻ 5% of 800. എന്താ 800ന്റെ 5% വെച്ചാൽ നമ്മൾ അതും വേഗത്തിൽ ചെയ്യണം. 800ന്റെ 10% എത്രയാ, 80 എങ്കിൽ 5% എത്രയായിരിക്കും, 40 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണ്, HR ഡിപ്പാർട്ട്മെന്റ് മൊത്തം എത്ര പേരേ ഉള്ളൂ, 40 പേരേ ഉള്ളൂ. ആ HR ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം മെയിൽസ് എത്ര പേരാ, 12 പേരാ. എങ്കിൽ ബാക്കി എത്ര പേരായിരിക്കും ഫീമെയിൽസ് ഉണ്ടാവുക, 18 പേരായിരിക്കും. അല്ല 28 പേരായിരിക്കും എന്ത് ഫീമെയിൽസ് ഉണ്ടാവുക. കാരണം 28+ ഉള്ളൂ അല്ലേ 40 വരിക. അപ്പോൾ ഫീമെയിൽസ് എത്ര പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, 28 ഫീമെയിൽസ് ഉണ്ട്, ടോട്ടൽ വാല്യൂ 40 ആണ്. എങ്കിൽ ഫീമെയിൽസ് എത്ര %, അല്ല റേഷ്യോ അല്ലേ ചോദിച്ചേക്കുന്നത്, ഫീമെയിൽ ഈസ് ടു ടോട്ടൽ 28:40 ചെയ്താൽ മതി. ഇവിടെ റേഷ്യോ അല്ലേ ചോദിച്ചേക്കുന്നത്, ആൻസറായി എത്ര കിട്ടും, 7 4s are 10 4s are 7:10. ആൻസർ ഓപ്ഷൻ എത്ര കിട്ടും, ഓപ്ഷൻ എ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് ക്വസ്റ്റ്യൻ. നമ്മൾ വേഗത്തിൽ ചിന്തിച്ചാൽ അത്രയും വേഗത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ആൻസർ എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, തേർഡ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മെയിൽ വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഫോംസ് വാട്ട് % ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് മെയിൽസ് വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്ര ഉണ്ടെന്ന് നോക്കണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വെച്ചാൽ എന്തായിരുന്നു, ഈ റെഡ് കളറിലായിരുന്നു 35%. അപ്പോൾ 35% of 800, 35% of 800 എന്ന് വെച്ചാൽ എത്രയാ, 35 × 8 ചെയ്താൽ മതി. കാരണം 800ഉം ഡിനോമിനേറ്ററിൽ 2 0 കട്ട് ചെയ്ത് പോകും. എങ്കിൽ എത്ര കിട്ടും, 5 8s are 40, റിമൈൻഡർ 4, 3 8s are 24 + 4 28, 280 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ് ഇവിടെ, 280 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ. ഇനി അതിനകത്ത് എന്താ വേണ്ടത്, നമ്പർ ഓഫ് മെയിൽസ് വാട്ട് % ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്ര മെയിൽസ് ഉണ്ടെന്ന്, 245 ആൾക്കാരുണ്ടായിരുന്നു ടോട്ടൽ. മൊത്തം എത്ര പേരുണ്ടായിരുന്നു, 245 ആൾക്കാരുണ്ടായിരുന്നു മെയിലായിട്ട്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്ര, 280. എങ്കിൽ നമുക്ക് പേഴ്സണലി കണ്ടുപിടിക്കാം, 245/280 × 100 ചെയ്താൽ മതി. ഇത് സോൾവ് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും, ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് എഴുതാം. 245/280 × 100. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തപോലെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, രണ്ടും 5ന്റെയും 0ന്റെയും മൾട്ടിപ്ലൈ കൊണ്ട് തന്നെ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഒരു 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എത്ര കിട്ടും, 4 5s are 20, 9 5s are 45. ഇവിടെ എത്ര കിട്ടും, 5 5s are 25, 6 5s are 30. 49/56 × 100 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് ഒന്നും കൂടി വെട്ടാലോ, 7 7s are 49, 7 8s are 56, 700/8. വളരെ ഈസി ആയിട്ട് കിട്ടി. എന്താണ് 100/8ന്റെ വാല്യൂ, അല്ലെങ്കിൽ 7/8 ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ് ഈ 7/8? നമ്മൾ ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. 7/8ന്റെ ഫ്രാക്ഷൻ വാല്യൂ, 1/8ന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയാ, 12.5 അല്ലെങ്കിൽ 0.25. 1/8ന്റെ ഫ്രാക്ഷൻ വാല്യൂ വെച്ചാൽ 0.125 ആണ് 1/8ന്റെ വാല്യൂ. എങ്കിൽ ഒരു 7/8ന്റെ വാല്യൂ എത്രയാണ്, 7 × 0.125. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. എത്ര കിട്ടും, 0.875 എന്നൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോഴേ ഞാൻ ഫ്രാക്ഷൻ വാല്യൂ പറയും, ന്യൂമറിക്കൽ പഠിപ്പിക്കുമ്പോഴേ ഞാൻ ഫ്രാക്ഷൻ വാല്യൂ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രാക്ഷൻ വാല്യൂ ഒക്കെ നമുക്കറിയാം, ഗ്രാഫ് വരുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ നമുക്കൊരു 7/8 കിട്ടി. 7/8ന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്, 0.875. അപ്പോൾ ഇത് അറിയാമെങ്കിൽ 7/8ന്റെ ഫ്രാക്ഷൻ വാല്യൂ 0.875 ആണെന്ന് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും, 0.875 × 100 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും, 87.5% എന്ന് കിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ മറ്റൊന്നിൻ്റെ പഠിച്ചില്ലെങ്കിലും ഈ പറയുന്ന 1/8ന്റെ ഫ്രാക്ഷൻ വാല്യൂ, 1/6ന്റെ ഫ്രാക്ഷൻ വാല്യൂ, 1/12ന്റെ ഫ്രാക്ഷൻ വാല്യൂ ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഈ ഫ്രാക്ഷൻ വാല്യൂ ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇതുപോലെ പല ക്വസ്റ്റ്യൻസും വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിന് ആൻസർ 87.5 ഓപ്ഷൻ ഡി കിട്ടും. അപ്പം ഇത്രയും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രാക്ഷൻ വാല്യൂ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് വേഗത്തിൽ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്കിത് അറിയില്ല, ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താ, ഒരു 245/00280 ചെയ്യണം, അല്ലെങ്കിൽ ഒരു 0 ക്യാൻസൽ ചെയ്താൽ ഈ ഒരു വാല്യൂ ചെയ്യണം.
ഇത് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും, നമുക്ക് കുറച്ച് സമയം നഷ്ടം വരും, കാരണം 28 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്രയും പോലും സമയം വേണ്ടിയില്ല, നമുക്ക് ജസ്റ്റ് 7/8 വാല്യൂ 0.75 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കാനുള്ള കാര്യം. അപ്പോൾ ഈ ഫ്രാക്ഷനും ഇങ്ങനത്തെ കാര്യങ്ങൾ വെട്ടിക്കളയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ നമ്പർ ഓഫ് ഫീമെയിൽസ് വർക്കിംഗ് ഇൻ IT ഡിപ്പാർട്ട്മെന്റ് ഫ്രം വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ ഫ്രം ആൾ ദി ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ. അതായത് IT ഡിപ്പാർട്ട്മെന്റിലെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ് വെച്ച് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. IT ഡിപ്പാർട്ട്മെന്റ് ഏതാ നോക്കാം. ഈ പറഞ്ഞ വയലറ്റ് കളറിലെ, വൈറ്റ് കളർ വെച്ചാൽ 20%. ടോട്ടൽ വാല്യൂന് 20%. എത്ര ടോട്ടൽ വാല്യൂ 20% എത്ര? 800ന്റെ 20%. 800 10% എത്രയാ? 80 ആണെങ്കിൽ 20% എത്രയായിരിക്കും? 160 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ അവിടുത്തെ വർക്കേഴ്സ് എത്രയാ? 160 ആണ്. അതേ IT ഡിപ്പാർട്ട്മെന്റിലെ മെയിൽസ് എത്രയും നമുക്കറിയാം 74 ആണെന്ന്. അപ്പോൾ 160 74 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഫീമെയിലിന്റെ വാല്യൂ കിട്ടും. 160 80 ആണ് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 80 തന്നെ കിട്ടും. അപ്പം 74 + 6 അല്ലേ, നമുക്ക് ആൻസർ എത്ര കിട്ടും? 86 കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. കാരണം 160 + 8 160 ഒരു 80 കുറച്ചാൽ നമുക്ക് 80 കിട്ടുള്ളൂ. വീണ്ടും ഒരു 6 കൂടെ കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 74 കിട്ടുള്ളൂ. അപ്പോൾ ഫീമെയിൽസ് നമുക്കറിയാം എത്രയാണെന്ന്? 86 ആണെന്ന്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിൽ നിന്നും ഈ പറയുന്ന ഫീമെയിൽ എത്ര പെർസെൻറ്റേജ് എന്നല്ല കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ അപ്പോൾ നമുക്കറിയാം എത്രയാ? 800. അപ്പം 86/800 × 100 ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ആൻസർ. വേഗത്തിൽ ചെയ്യാം. 2 0 ക്യാൻസൽ ആയിപ്പോൾ 8ന്റെ എത്ര മൾട്ടിപ്പിളാണ് 86 നോക്കിയപ്പോൾ എത്ര കിട്ടും? 1 8 are 8. പിന്നെ 6 വരും. 6 വരുമ്പോൾ എത്ര കിട്ടും? 60 വരുമ്പം 0 വരും. പിന്നെ 60 വരുമ്പോൾ എത്ര കിട്ടും? 7 8 are 56. 5 6 are 40. 10.75% ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ കിട്ടില്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 86/8 അല്ലേ കിട്ടുന്നത്. 1 8 are 8. പിന്നെ 6നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 0 ഇട്ട് കൊടുത്തു, 60 എഴുതി. 60/8 എത്ര കിട്ടും? 7 8 are 56. ബാക്കി 40 ഉണ്ട്. 40/8 എത്ര കിട്ടും? 5 8 are 40. 10.75% കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ പർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ വേഗത്തിലേക്ക് എത്തിക്കാൻ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നത് തന്നെ മാക്സിമം നമ്മുടെ മൈൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻ എല്ലാം മൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? പേപ്പർ മേൻ എടുക്കാൻ നിൽക്കാവൂ. അല്ല തുടക്കം മുതലേ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പോരുത്. സമയം പോകുന്ന കാര്യം നമ്മൾ അറിയാത്ത പോലുമില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് എ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെയിൽസ് വർക്കിംഗ് ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ടു ദി നമ്പർ ഓഫ് ഫീമെയിൽ വർക്കിംഗ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മെയിലിന്റെയും ഫീമെയിലിന്റെയും കൂടി എന്ത് വേണം? റേഷ്യോ വേണം. വാട്ട് ഈസ് ദി റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെയിൽസ് വർക്കിംഗ് ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മെയിൽസ് എത്രയാ? 165 ആണെന്ന് അറിയാം. ഇനി അതിനകത്ത് ഫീമെയിലിന്റെ റേഷ്യോ എത്രയാന്ന് നോക്കണം. അതിന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എത്രയാ? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ഗ്രീനിഷ് കളറിലെ അപ്പോൾ എത്ര കിട്ടും? 24 കിട്ടും. 24 എന്ന് പറഞ്ഞാൽ എത്രയാ? 800ന്റെ 24%. അതെങ്ങനെ വേഗത്തിൽ ചെയ്യാം? അല്ലെങ്കിൽ ഒന്നുകിൽ 24 × 8 ചെയ്താലും മതി, നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. എന്താ? 4 8 are 32. 2 എഴുതി 3 റിമൈൻഡ് 2 8 are 16 + 3 192 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ എത്രയാ? 192 ആണ്. അതിൽ മെയിൽ നമുക്കറിയാം 165 ആണ്. സ്വാഭാവികമായിട്ട് ഫീമെയിൽ എത്രയായിരിക്കും? 192 - 165 ആയിരിക്കും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 + 5 12 കിട്ടും. 7 + 2 9 കിട്ടും. 27 കിട്ടും. അതായത് 165:27 ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ആൻസർ. പക്ഷേ അത്രയും വലിയ ആൻസർ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടി കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നോക്കി, ഈ 2 നമ്പറും 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 165 ഉറപ്പായിട്ടും 3ന്റെ മൾട്ടിപ്പിളാ, 27 3ന്റെ മൾട്ടിപ്പിളാ. എങ്കിൽ എത്ര കിട്ടും? 5 3s are 27 9. 55:9 ഉണ്ടോ നോക്കിയ ഓപ്ഷനിൽ 55:9 ഉണ്ട്. എങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി ഇതിനകത്ത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഞാൻ തുടക്കത്തിൽ തന്നെ പറയേണ്ട കാര്യമായിരുന്നു, അത് പറയാനുള്ള വേറൊരു കാര്യം വെച്ചാൽ, നിങ്ങൾ എപ്പോഴും എക്സാമിന് ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഇതല്ല, പ്രിലിമിനറിക്കായാലും മെയിൻ എക്സാമിനായാലും ഏത് എക്സാമിനായാലും നിങ്ങളൊരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, നമുക്ക് റഫ് ഷീറ്റ് നമുക്ക് തരില്ലേ, ഒരു റഫ് ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ മിക്കവാറും ഒക്കെ ഈ ഗ്രാഫ് ചെയ്യുന്നത് റീസണിങ് ചെയ്ത പസിലിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ എവിടെയും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ചെയ്യാറ്. കാരണം ആൾറെഡി നമ്മൾ ഗ്രാഫ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പസിലിൻ്റെ വര വരച്ചിട്ടുണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഗ്യാപ്പുകളിൽ സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഈ
ഗ്രാഫിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ എക്സാമിന് ആ ഒരു കാര്യം ഫോളോ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പം നിങ്ങൾ ഏതൊരു ഗ്രാഫ് ചെയ്താലും ഒരു ഫ്രഷ് പേപ്പറിൽ ചെയ്യാൻ തുടങ്ങാവും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഫ്രഷ് പേപ്പർ നിങ്ങൾ ചെയ്യുമ്പോൾ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വൃത്തിക്കൊന്നും ചെയ്യേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വയ്ക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ എഴുതുക, തേർഡ് ക്വസ്റ്റ്യൻ എഴുതുക, ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതുക, അല്ലെങ്കിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആ ഒരു ഓർഡറിൽ തന്നെ എഴുതുക. എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഈ മിക്സഡ് ഗ്രാഫ് അല്ലേ, എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് സെക്കൻഡിലോ തേർഡിലോ ക്വസ്റ്റിനകത്ത് ആവശ്യമില്ല, അതിൻ്റെ ബാക്കി എടുത്തായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ എവിടെയും ഗ്യാപ്പ് ഉള്ളിടത്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ വെപ്രാളത്തിനിടയ്ക്ക് എവിടെയാണ് ആ സാധനം ആ വാല്യൂ വന്നതെന്നൊരു ഡൗട്ട് വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സമയനഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ഗ്രാഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുക. നിങ്ങൾ വൃത്തിക്ക് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്ത് എഴുതിയാൽ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ചെയ്ത ക്വസ്റ്റിൻ്റെ ബാക്കി എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കറിയാം വേറെ എന്തിൻ്റെ ബാക്കിയാണ്, അത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് വേഗത്തിൽ കിട്ടും. വൃത്തിക്കൊന്നും എഴുതണമെന്നില്ല, പക്ഷേ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമായിരിക്കും. ശരി, എങ്കിൽ വീണ്ടും കാണാം. ബൈ.